പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ കേസുകൾ നേരിടുകയും നിരപരാധികളെ ശിക്ഷിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ കേസുകൾ വരികയും ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഷിഞ്ചിതയുടെ എതിരെ സംസാരിക്കുന്നത് പോലെ എനിക്കെതിരെ സംസാരിച്ചവരുണ്ട്. വാസ്തവം അറിയുമ്പോൾ എനിക്ക് അനുകൂലമായി സംസാരിക്കുന്നവരുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്ത ഷാജസ്കറി അടക്കമുള്ളവർ അതിന്റെ വാസ്തവം പറഞ്ഞതും നമുക്കറിയാം എന്താണെന്നുള്ളത്. കാര്യം എനിക്ക് പറയുന്നതിന് ചില ലിമിറ്റേഷൻ ഉണ്ട്, ജാമ്യത്തിലായതുകൊണ്ട്. അത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഷിഞ്ചിത ദീപക് വിഷയത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് നിലവിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ആ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. കാരണം അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിൽ നിന്ന് സമൂഹത്തിന് നല്ല പാഠങ്ങൾ കിട്ടുന്നത്. ഞാൻ ആദ്യം ദീപകിന് സംഭവിച്ച ആ ഒരു വശമൊന്ന് സംസാരിക്കുകയാണ്. ദീപകിന്റെ ശരീരഭാഷ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ വീഡിയോയിലുടനീളം കാണാവുന്ന ദീപകിന്റെ ശരീരഭാഷ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ ഷിഞ്ചിതയുടെ മാറിടത്തിൽ ആ മുട്ടുകൊണ്ട് അമർത്തി അതിൽ സായുജ്യമടയാനുള്ള ഒരു ത്വര ഇല്ലാതിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെ പറയാം, ഉറപ്പിച്ച് തന്നെ പറയാം. കാരണം ശരീരഭാഷ അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ സ്പർശന സുഖം കിട്ടുന്നത് എവിടെയാണെന്ന് നമുക്കറിയാമല്ലോ, കൈവിരലുകളാണ്. ആ ഭാഗത്ത് നോക്കിയിട്ടില്ല. കൈകളെ അപേക്ഷിച്ച് ഒരു തരത്തിലും സ്പർശന സുഖം കിട്ടാത്ത ഒരു മേഖലയാണ് കൈമുട്ട് എന്ന് പറയുന്നത്. അവിടെ കൊണ്ട് ഒരുതെന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അത് ദീപക് ഒരുതെന്നാണോ ഷിഞ്ചിത ഒരുതെന്നാണോ എന്നതാണ് ഇവിടുത്തെ തർക്കം. അത് ദീപകിന് അനുകൂലമായി വരുന്നത് ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ ആണ്. ഷിഞ്ചിത തന്നെ ഇട്ടിട്ടുള്ള ആ വീഡിയോയുടെ ആദ്യ പാർട്ടിൽ കാണാൻ കഴിയും കുറച്ച് മാറിയാണ് ദീപക് നിൽക്കുന്നത്. മാത്രമല്ല ഈ ഷിഞ്ചിത എന്തോ തെരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ദീപകിന്റെ ഒരു മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ തനിക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയോ അല്ലെങ്കിൽ എന്തോ ഒരു അത്യാവശ്യപ്പെട്ട ഒരു വഴിക്ക് പോകുന്നത് പോലെയുള്ള ഒരു വെപ്രാളവും വ്യാപാരവും ഒക്കെ അതിനകത്ത് കാണുന്നുണ്ട്. എന്നാൽ ഇപ്പുറത്ത് വളരെ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഷിഞ്ചിതയാണ് നമ്മൾ കാണുന്നത്. അത് അവളുടെ മാറിടത്തിൽ, വലതു മാറിടത്തിൽ മുട്ടുകൊണ്ട് അമർത്തുന്നു എന്ന് അവൾ ആരോപിക്കുന്ന ആ സമയത്തും യാതൊരുവിധ ഞെട്ടലുമില്ലാതെ യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളുമില്ലാതെ നിൽക്കുന്നതാണ് കാണുന്നത്. അതായത് അത്തരത്തിൽ മുട്ടുകൊണ്ട് മാറിടത്തിൽ ഞെരിക്കുന്നത് അവൾ അറിയുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ ആ സമയത്ത് ഒരു നേർത്ത പുഞ്ചിരിയോടെ അത് വീഡിയോയിലാക്കുകയാണ്. ഇവിടെയാണ് ഷിഞ്ചിതയ്ക്ക് ഒന്നാമത്തെ അപകടം കിട്ടിയത്. അതായത് മനഃപൂർവ്വം ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയായിരുന്നു എന്ന് ജനത്തിന് മനസ്സിലായത് ഇവിടെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഷിഞ്ചിത തെളിവുണ്ടാക്കിയതാണ്. അതായത് മനഃപൂർവ്വമാണ് ഞാനത് ചെയ്തതെന്നും വീഡിയോ എടുത്തതെന്നും അയാളെ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കാൻ വേണ്ടി തന്നെയാണ് താൻ വീഡിയോ ചെയ്തതെന്നും ഷിഞ്ചിത തന്നെ പറയുന്ന രണ്ടാമത്തെ ഒരു പാർട്ട് പിന്നീട് വന്ന് മെഴുകി സംസാരിച്ച ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതാണ് ഷിഞ്ചിതയ്ക്ക് ഏറ്റവും വലിയ തെളിവായി, അവൾക്കെതിരെയുള്ള തെളിവായി രണ്ടാമത് വരുന്നത്. അവൾ തന്നെയാണ് വീഡിയോ ചെയ്തത് എന്ന്. പക്ഷെ ഈ രണ്ട് വീഡിയോയും അവളാണ് ചെയ്തതെന്നോ സോഷ്യൽ മീഡിയയിൽ അത് അവളാണ് പബ്ലിഷ് ചെയ്തതെന്നോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചെന്നോ ഒരു തരത്തിലും തെളിയിക്കപ്പെടാൻ പോകുന്നില്ല എന്നത് മറ്റൊരു വിഷയം. തെളിയിക്കപ്പെടാൻ പോകുന്നില്ല. ഷിഞ്ചിത ഈ കേസിൽ ശിക്ഷിക്കപ്പെടാനേ പോകുന്നില്ല. ഈ കേസിൽ വിചാരണ കഴിഞ്ഞ് ജയിലിൽ പോകുമെന്ന് ആരും കരുതേണ്ടതില്ല. ഈ കേസ് കോടതിയിൽ തെളിയിക്കാൻ കഴിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ആ ഡിവൈസ് തന്നെയാണ്. ആ ഡിവൈസ് പരിശോധിച്ചാൽ തന്നെ അതിന്റെ വീഡിയോ പബ്ലിഷ് ചെയ്തത് ഷിഞ്ചിതയാണ് എന്ന് തെളിയിക്കാൻ ഇന്നത്തെ നിലയിൽ ഈ വീഡിയോയുടെ ഇതുവരെയുള്ള ഒരു സാഹചര്യം പരിശോധിച്ചാൽ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ എങ്ങനെയാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. നിയമത്തിന്റെ ചില വിഷയങ്ങളുണ്ട്, അതെനിക്കിവിടെ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ചില പ്രയാസങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനത് പറയുന്നത്. ഈ കേസ് തെളിയിക്കപ്പെടില്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷിഞ്ചിത ജയിലിലേക്ക് പോയത് അവൾക്ക് കിട്ടിയ ഒരു ശിക്ഷയായി കണക്കാക്കേണ്ടി വരും. അത് തന്നെയാണ് എന്റെ രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് പറയാനുള്ളത്. അതായത് ഷിഞ്ചിത ഒരു കാരണവശാലും ദീപക് മരണപ്പെടണമെന്ന് ആഗ്രഹിച്ചില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഷിഞ്ചിതയെ സംബന്ധിച്ചിടത്തോളം, അവളൊരു റീൽസിന് വേണ്ടി, റീച്ചിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തു. അതൊരല്പം കടന്ന കൈയായിപ്പോയി, ഒരല്പം മോശമായിപ്പോയി. സംഗതിയൊക്കെ ശരി. പക്ഷെ അത് അങ്ങനെ തന്നെ തീരുമെന്നും സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പോലെ തനിക്ക് ഒരു സോഫ്റ്റ് കോർണർ വന്നുകൊണ്ട് ഒരു റീച്ച് ഉണ്ടാകും എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. പക്ഷെ ഇവിടെ അതും കടന്നിട്ട് വളരെ ശക്തമായി ആ വീഡിയോയ്ക്ക് താഴെ ഷിഞ്ചിതയുടെ മുഖത്തെ പുഞ്ചിരി അത് ആസ്വദിക്കായിരുന്നു. അയാള് മാറിൽ മുട്ടമർത്തുമ്പോ, ഇനി അമർത്തിയിട്ടുണ്ടെങ്കിൽ അമർത്തുമ്പോ താൻ ആസ്വദിക്കായിരുന്നില്ലേ എന്നുള്ള ചോദ്യം വെച്ചുകൊണ്ടുള്ള വലിയ സൈബർ പൊങ്കാല, ആ പൊങ്കാല വന്നപ്പോ ഷിഞ്ചിതയ്ക്ക് കളം മാറ്റേണ്ടി വന്നു. ആ സമയത്ത് എതിർ വീഡിയോ ഇടേണ്ടി വന്നു, ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ഇടേണ്ടി വന്നു. ഇവിടെയാണ് ദീപകിന് അപകടമായിട്ട് വരുന്നത്. ഒരുപക്ഷെ വീണ്ടും ഷിഞ്ചിതയെ വിമർശിച്ചുകൊണ്ട്
സൈബർ ഇടങ്ങളിൽ വലിയ ഒരു വർത്തമാനം വന്നിരുന്നുവെങ്കിൽ, ദീപക് മരണപ്പെടുന്നതിന് മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത്, അങ്ങനെ വന്നിരുന്നുവെങ്കിൽ തന്നെ പീഡിപ്പിച്ചു, ബസ്സിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷിഞ്ചിത ഒരുപക്ഷെ കള്ളക്കേസും കൊടുത്തേനെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ദീപക്, ഇപ്പോൾ ഷിഞ്ചിതയുടെ അവസ്ഥയിൽ ദീപക് കുടുങ്ങിയനെ. ഇന്ന് ഷിഞ്ചിതയെ ആൾക്കാർ എങ്ങനെയൊക്കെയാണോ അപലപിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ അവളെ ഇപ്പോ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്നത്, ആ പൊങ്കാലകൾ ദീപകിന്റെ പെരടിക്ക് വന്നേനെ എന്നതാണ് വസ്തുത. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദീപകിന്റെ മരണത്തിന് ശേഷം ഇപ്പോൾ ഷിഞ്ചിതയ്ക്ക് വലിയ ഒരു ദുരവസ്ഥ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഞാനതിന്റെ മറ്റൊരു വശമാണ് പറയുന്നത്. ഇത് ഒരു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പറയുമ്പോൾ നമ്മളത് പറയണമല്ലോ. ഒരു കൗൺസിലർ എന്ന നിലയിൽ, സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, മനുഷ്യരുമായി അധികം ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ, ഇതുപോലെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ നിസ്സംശയം ഞാൻ പറയാം, ഷിഞ്ചിത ഇന്ന് അനുഭവിക്കുന്ന മാനസിക വ്യഥ എന്ന് പറഞ്ഞാൽ കിട്ടാവുന്ന ശിക്ഷയേക്കാൾ അങ്ങേയറ്റമാണ്. അത്രത്തോളം മാനസിക വ്യഥയാണ്. കാരണം ഒരിക്കലും ആ പെൺകുട്ടി ഇതിനു മുമ്പ് ഒരു പെറ്റി കേസിൽ പോലും പെട്ടിട്ടില്ല, ഒരു കേസിലും പ്രതിയായിട്ടില്ല, എവിടെയെങ്കിലും ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ഒരു അനുഭവമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദീപക് ആത്മഹത്യ ചെയ്തു എന്ന് അറിയുമ്പോൾ അറിഞ്ഞ നിമിഷം ഞെട്ടിയത്, ആ ഞെട്ടലിന്റെ ഷോക്കിൽ നിന്ന് സത്യത്തിൽ ഷിഞ്ചിത മോചിതയായിട്ടില്ല എന്നതാണ് വസ്തുത. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഷിഞ്ചിത കടന്നു പോകുന്നത്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആത്മഹത്യ ചെയ്യുന്നുള്ളത്. കാരണം ആ സമയത്താണ് മനസ്സിലാകുന്നത് താൻ ചെയ്തിട്ടുള്ള ആ പ്രവൃത്തിയുടെ ഒരു ഭീകരതയും, അതൊരു വ്യക്തിയുടെ ജീവൻ എടുത്തതിലൂടെ താൻ ഇനി നേരിടാൻ പോകുന്ന ഒരു വലിയ ദുരവസ്ഥയുണ്ട്. ആ ദുരവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നത്, അത് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വ്യഥ, ആ ഒരു വ്യഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പുറമേ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കണമെന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീപക് എന്ന് പറയുന്ന നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ, മാതാപിതാക്കളുടെ ഒരേ ഒരു അത്താണി, ആ അത്താണി ഈ ഒരു ആരോപണത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നു. ഇനി മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. കാരണം 50,000 രൂപയോളം എടുത്തു വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇതുവരെ വിവരങ്ങൾ പുറത്തൊന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ നിലവിലെ നമ്മുടെ വിവരങ്ങൾ അനുസരിച്ച് ഈ ഷിഞ്ചിതയുടെ വീഡിയോ ആയിരിക്കാം ദീപകിന്റെ മരണ കാരണം എന്ന് നമ്മൾ അനുമാനിക്കുന്നു. കാരണം ഒരു മരണ റിപ്പോർട്ട്, അതായത് ആത്മഹത്യാ കുറിപ്പൊന്നും അവിടെ എഴുതി വെച്ചിട്ടല്ല ദീപക് ആത്മഹത്യ ചെയ്തത്. ഏതായാലും ഇതിന് ശേഷമാണ് എന്നതുകൊണ്ട് നമ്മുടെ നവീൻ ബാബുവിന്റെ കേസ് പറഞ്ഞതുപോലെ, നവീൻ ബാബുവിന്റെ കേസ് പി ദിവ്യ അത്തരത്തിലൊരു ആക്ഷേപിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രസംഗം, അങ്ങോട്ട് ഒരു ആക്ഷേപ പ്രസംഗം പ്രസംഗിച്ചു. അത് മാത്രമല്ല ഒരു ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു, 2 ദിവസം കൊണ്ട് മനസ്സിലാക്കുമെന്ന്. കാര്യം പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്, പത്തനംതിട്ടയിൽ എത്തുമ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാത്രയപ്പ് ചടങ്ങുണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്നറിയാൻ കഴിയില്ലല്ലോ. കാരണം ഇവരുടെ സകല തരികിടകളും അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഏതൊക്കെ രീതിയിലാണ് പ്രതികരിക്കാമെന്നും ഒരുപക്ഷെ നവീൻ ബാബുവിനെ അറിയാമായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് നവീൻ ബാബു വളരെ പെട്ടെന്ന് തന്നെ അന്ന് തന്നെ കയറെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതല്ലെങ്കിൽ നവീൻ ബാബു എങ്ങനെ പ്രതിരോധിക്കുമെന്ന് പി ദിവ്യയ്ക്കും ഈ പറഞ്ഞ മറ്റുള്ളവർക്കും അറിയാമായിരുന്നു. അത് പുറത്തു വരുന്നതിന് മുമ്പ് നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയത്. ഈ 2 കാര്യങ്ങളിൽ ഒന്ന് അതാണ് അവിടെ സംഭവിച്ചത്. ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു ആക്ഷേപത്തിന്റെ ഒരു ഘട്ടം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഷിഞ്ചിത ദീപക് തന്റെ മാരടത്തിൽ കൈമുട്ടുകൊണ്ട് ഉരസുന്ന വീഡിയോ പങ്കുവച്ചിട്ട് ഇത്തരത്തിലുള്ള ഞർമ്മന്മാരെ പുറത്തു കൊണ്ടുവരാനാണ് എന്ന് പറയുമ്പോൾ അവിടെ ദീപക് ആത്മഹത്യ ചെയ്യുമ്പോൾ ആ നിമിഷം താൻ ചെയ്തത് അബദ്ധമായി പോയി എന്ന് പറഞ്ഞാൽ റീച്ചിന് വേണ്ടി ചെയ്തൊരു കാര്യം, ആ കാര്യം തന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നു എന്ന ഒരു തിരിച്ചറിവിൽ ഉണ്ടാകുന്ന ആ ഷോക്ക് ഒരു വല്ലാത്ത ഷോക്കാണ്. ആ ഷോക്കിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ പരിസര പ്രദേശങ്ങളിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങൾ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ദീപകിന്റെ മരണശേഷം മനസ്സിന് യാതൊരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല. ആ സമയം മുതൽ കരച്ചിലും ബഹളവുമായിട്ട് കരഞ്ഞു പോവുകയാണ് ഷിഞ്ചിത. കാരണം താൻ പെട്ടു എന്ന് മനസ്സിലായി. കാരണം എങ്ങനെയൊക്കെ ആയാലും അത്രത്തോളം സൈബർ അറ്റാക്കുകളുണ്ട്. അത് മാത്രമല്ല മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുക്കുകയും ചെയ്തു. പിന്നെ ഒരു രക്ഷയില്ല എന്നൊരവസ്ഥ എത്തിയപ്പോൾ താൻ കുടുങ്ങി എന്നുള്ളൊരവസ്ഥയിലെത്തി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഷിഞ്ചിത ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, ഷിഞ്ചിത ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് ബന്ധപ്പെട്ട പോലീസുകാരോ അല്ലെങ്കിൽ ജയിലിലോ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. പക്ഷെ പുറത്തു വന്നതിന് ശേഷം അതിനുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട ബന്ധുക്കൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് പറ്റിപ്പോയി. അത് ദീപകിനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോട് ചെയ്തൊന്നുമല്ല, കേവലം റീച്ചാകാൻ വേണ്ടി പക്വമല്ലാത്ത ഒരു പണി ചെയ്തു. പക്ഷെ അത് ഒരു വലിയ പണിയായി മാറുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ ഒരു വസ്തുത. പക്ഷെ ഇതിൽ സമൂഹത്തിനൊരു പങ്കുണ്ട്. സാമൂഹ്യമായിട്ടുള്ള ഇത്തരം ഇടപെടലുകൾ, മറ്റുള്ളവർക്ക് കാണുന്ന റീച്ചിന്റെ കൂടുതൽ, ലൈക്കുകൾ, ഷെയറുകൾ, ഇതൊക്കെ തനിക്കും വേണമെന്നുള്ളൊരു മോഹം, അതില്ലെങ്കിൽ ഇവിടെ എന്തോ എന്നുള്ള ഒരു ധാരണ,
ആ ധാരണ മനുഷ്യനെ തകർക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ മതി. അത് എത്ര സഭ്യമുള്ള കമന്റുകളുണ്ട്, യഥാർത്ഥത്തിൽ അഭിപ്രായം പറയുന്ന എത്ര കമന്റുകൾ ഉണ്ട് എന്നൊന്ന് നോക്കിയാൽ മതി. അതുകൊണ്ട് പറയട്ടെ, ഒരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒരുപാട് വിഷയങ്ങൾക്ക്, മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത് ഇപ്പോഴും പരിഹാരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ നിസ്സംശയം പറയാം, ഷിംജിത ആവശ്യത്തിലധികം ഇപ്പോ മനോവ്യഥ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ കേസും കാര്യങ്ങളുമായിട്ട് നടക്കുമ്പോൾ അത് പലിശയായി കണക്ക് കൂട്ടുകയും ചെയ്യും. അതിലവിടെ തീരും. അവർക്കുള്ള ശിക്ഷ എന്തായാലും കിട്ടും. മാനസികമായും ശാരീരികമായും ഒക്കെ അതിന്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. വളരെ ബുദ്ധിമുട്ടിലാണ്, വളരെ പ്രയാസത്തിലും ടെൻഷനിലും ഒക്കെ തന്നെ തന്റെ ഭാവിയെ ഓർത്ത്, അല്ലെങ്കിൽ തന്റെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ ഓർത്ത് ടെൻഷൻ തന്നെയാണ് ഷിംജിത. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥത്തിൽ അതൊക്കെയാണല്ലോ ശിക്ഷ എന്ന് പറയുന്നത്. ആ ഒരു ശിക്ഷ അവൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളൊക്കെ പറയുന്ന വിധത്തിലുള്ള, അതായത് ജനം പറയുന്നുണ്ടല്ലോ അവളിനി പുറത്തിറങ്ങരുത്, അവളിനി ജീവിക്കരുത് എന്ന നിലയിൽ ആഗ്രഹിക്കുന്ന, ഈ കുറ്റം ചെയ്തു അല്ലെങ്കിൽ ദീപകിനെ കൊന്നു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്ത് ആക്ഷേപിച്ച് അയാൾ ആത്മഹത്യ ചെയ്യുന്നുള്ള ആത്മഹത്യ പ്രേരണ കുറ്റം അത് തെളിയിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ശിക്ഷ ഷിംജിതയ്ക്ക് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ലഭിക്കുകയില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. ഈ കേസിൽ ഷിംജിതയെ ശിക്ഷിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും ഇതുവരെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വ്യഥ, ആ വ്യഥ തന്നെ അവൾ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷയായി കണക്കാക്കേണ്ടി വരും. അതാണ്, അത്രത്തോളം മാനസിക വ്യഥയും വിഷമവും അവൾ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അവിടെ നിന്നുള്ള വിവരങ്ങളും അവരുടെ ആ പെരുമാറ്റങ്ങളും ഒക്കെ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ മനോനില ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്. കാരണം അത്രത്തോളമൊന്നും മനക്കെട്ടിയുള്ളവരല്ല. ദീപകിനെ പോലെ തന്നെയാണ് അവിടെയും വരുന്നത്. ദീപക് ഒരല്പം മനക്കെട്ടിയുള്ള ഒരാളായിരുന്നെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഷിംജിതയെ തട്ടിക്കളഞ്ഞിട്ട് അയാൾ ജയിലിൽ പോയാനെ. അത് അയാൾക്ക് തോന്നിയില്ലല്ലോ. കാരണം അയാളൊരു മാനസികമായി വളരെ ഒരു പരമസാധുവായി പോയി. അതുപോലെ തന്നെ ഒന്ന് തന്നെയാണ് ഇവിടെയും. മാനസികമായി ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വ്യഥ തന്നെ അവൾക്ക് കിട്ടിയ ശിക്ഷ തന്നെയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇനിയും കൂടുതൽ പൊങ്കാലകൾ നമ്മുടെ അരിശം തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ആത്മരോഷം തീർക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരു മരണം കൂടി നമ്മൾ കാണേണ്ടി വരും. അത് സന്തോഷിക്കാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ എങ്ങനെ ജീവിക്കണം, ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഷിംജിതയാണ്. ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. തെറ്റുകൾ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതാണ്. ആ തെറ്റുകളൊക്കെ തിരുത്തി പ്രായശ്ചിത്തം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതമാകുന്നത്. അതിനൊരു അവസരം ഷിംജിതയ്ക്ക് കൊടുക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.